പത്തനംതിട്ട ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുക, നമ്മൾ സച്ചിയാണെങ്കിൽ ഗോവിന്ദൻ്റെയും കനകയെയും കാണാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നതിന് മുമ്പ് തന്നെ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാവണമെന്ന് സച്ചി പറയുകയാണ്. ഞാൻ എൻ്റെ അമ്മയടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഈ ആലോചനയോട് അനുകൂലമാണ്. അമ്മയ്ക്കല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷനോട് ചേർന്ന ഒരു പെൺകുട്ടിയാണ് ഇഷ്ടം. അതേപോലെ നല്ല തൻ്റെയിടവും കുടുംബം നോക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ് അമ്മയ്ക്കും താല്പര്യമെന്ന് സച്ചി പറയാണ്. എന്നിട്ട് പറയാണ്, ഞാനിങ്ങനെ സംസാരിച്ചിട്ട് നിങ്ങളാരും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ കനക പറയാണ്, സച്ചി മോൻ്റെ സംസാരം കേട്ടോണ്ടിരിക്കുകയാണ് എന്ന് കനകയും സച്ചിയെ പൊക്കി പറയുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, അനി ഇങ്ങോട്ട് വരാറുണ്ടോ? അനിയുടെ കാര്യം വല്ലതും അറിയാറുണ്ടോ? അപ്പോൾ ഗോവിന്ദൻ പറയണം, അനി ഇങ്ങോട്ട് വരാറില്ല. അപ്പോൾ സച്ചി പറയാണ്, അനിയുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇതാണ്, ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ആ ജീവിതം നശിക്കാം. അനിയുടെ കാര്യം വളരെ കഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് സച്ചി അവരെ മുന്നിൽ നല്ലോണം അഭിനയിക്കുന്നുണ്ട്. പറയണം, എന്തായാലും കല്യാണം എത്രയും പെട്ടെന്ന് കല്യാണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ. എനിക്ക് കിട്ടിയില്ലെങ്കിൽ നന്ദുവിന് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൊക്കിയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതൊക്കെ കേട്ട് ഗോവിന്ദനും കനകയ്ക്കും വളരെയേറെ സന്തോഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയെയും നന്ദുവാണ്. അവർ രണ്ടുപേരും കൂടെ കറങ്ങാൻ ഇറങ്ങിയേക്കാണ്. അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നന്ദു പറയണത്, നീ പേടിക്കണ്ട, ഇനി എന്തെന്ന് പറഞ്ഞാലും ഞാൻ ആ സിയെ കല്യാണം കഴിക്കത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാലും ആരുമായിട്ട് കല്യാണം കഴിക്കത്തില്ല. നിന്നെ മനസ്സിൽ വിചാരിച്ച് തന്നെ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പം എന്നിട്ട് നന്ദി പറയാണ്, എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ പറഞ്ഞാൽ നീ അത് കേൾക്കുമോ? അപ്പോൾ അനു ചോദിക്കും, എന്താ? നീ ആണെങ്കിൽ നിൻ്റെ അദൃശ്യേട്ടനും മുത്തശ്ശനും ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കമ്പനിയുടെ ബ്രാഞ്ച്, നിനക്ക് തന്നിട്ടുള്ള ബ്രാഞ്ച് നീ ഏറ്റെടുക്കണം. നീ എന്നും അവിടെ പോവുകയും ഓഫീസിൽ പോവുകയും എല്ലാം കൈകാര്യങ്ങൾ ചെയ്യുകയും വേണമെന്ന് നന്ദു പറയുകയാണ്. അപ്പം അനി പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, കഴിഞ്ഞ ഓണത്തിന് ഏറ്റവും കൂടുതലും കച്ചവടം നടന്നത് ആ ബ്രാഞ്ചിലാണെന്ന് പറയുകയാണ്. അപ്പം നന്ദു പറയുകയാണ്, അത് നിൻ്റെ മിടുക്ക് കൊണ്ടല്ലല്ലോ, ആദർശേട്ടൻ്റെ മിടുക്ക് കൊണ്ടല്ലേ. അങ്ങനെയല്ല, നീ പോകണം, നീ അത് എല്ലാം ഏറ്റെടുക്കണമെന്ന് നന്ദു പറയുകയാണ്. അപ്പോൾ അനി പറയും, ഞാൻ പൊക്കോളാം, ഇത്രയും നാൾ എനിക്ക് ടെൻഷനായിരുന്നു. പൂതന എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ ഇനി മറ്റുള്ള ടെൻഷനൊന്നുമില്ല, ഇനി ഞാൻ പൊക്കോളാം എന്ന് പറയുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിതുപോലെ കമ്പനിയിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കിതുപോലെ നിന്നെ കാണാനും സംസാരിക്കാനൊന്നും പറ്റത്തില്ലെന്ന് അനി പറയുകയാണ്. അപ്പം നന്ദു പറയണേ, എൻ്റെയും ജോലി അതല്ലേ, എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ ഞാനും പോണ്ടായോ എന്ന് നന്ദുവും പറയുന്നത്. അപ്പോൾ അനി പറയണം, അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് ഈ ജോലി ഉപേക്ഷിക്കണം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ നന്ദു, അത് പിന്നത്തെ കാര്യമില്ല, അത് വിവാഹം നടക്കട്ടെ എന്ന് പറയുന്നു. എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഇതൊക്കെ സംസാരിച്ച് സന്തോഷത്തോടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അവരവിടുന്ന് പോവുകയാണ്. രണ്ടുപേരും കൂടെ ബൈക്കിൽ സന്തോഷിച്ച് പോകുമ്പം വഴി വെച്ച് നമ്മുടെ വേണുവും അനാമികയും ഇവർ കാണുകയാണ്. അപ്പോൾ വേണു പറയും, ആരോ അനിയല്ലേ അത്, അനിയുടെ പുറകെ ഇരിക്കുന്ന ആരാ, ഏത് കൂട്ടുകാരനാണ്? അപ്പം അനാമിക പറയുന്നത്, കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ നമുക്കൊന്ന് നോക്കാം, അത് നമ്മുടെ കേസിന് നല്ലതായിരിക്കും എന്ന് പറയുകയാണ്. പിന്നെ നമ്മുടെ നന്ദുവും അനിയും കൂടെ ഒരു കടയിൽ നിർത്തി ജ്യൂസ് കുടിക്കാൻ നിർത്തി. അപ്പം ഇവർ നോക്കിയപ്പം നന്ദുവും അനിയാണ്. അപ്പോൾ അന്നേരം തന്നെ ഇവർക്ക് വീഡിയോ എടുപ്പ് തുടങ്ങി. അത് വീഡിയോ എടുക്കും, നമ്മുടെ കേസിന് നല്ലോണം പ്രയോജനം ചെയ്യുമെന്ന് വേണു പറയുന്നു. അങ്ങനെ അനാമിക കൃത്യമായിട്ട് അവിടെ ഇരുന്ന് വീഡിയോ മൊത്തം എടുക്കുന്നുണ്ട്, അവർ ജ്യൂസ് കുടിക്കുന്നതും. അപ്പോൾ ജ്യൂസ് കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നന്ദു ആണെങ്കിൽ അനിയുടെ മുഖത്ത് പറ്റിയതെല്ലാം തുടച്ച് കളയുന്നതും എല്ലാം കൃത്യമായിട്ട് അനാമിക വീഡിയോ എടുക്കുന്നുണ്ട്. വേണു പറയണേ, ഇത് നമുക്ക് കൊണ്ടുവന്ന് CI സാറിന് ഏൽപ്പിക്കാം, അങ്ങേരൊന്ന് ചൂട് പിടിക്കട്ടെ, അപ്പോഴത്തേക്ക് കേസ് അവനെ പിടിച്ച് അകത്തിട്ടോളൂ, എന്തെങ്കിലുമൊക്കെ പേരും പറഞ്ഞ് അയാൾ പിടിച്ച് അകത്തിട്ടോളൂ എന്ന് നമ്മുടെ വേണു പറയുകയാണ്. അങ്ങനെ അവർ ആ വീഡിയോ ആയിട്ട് നേരെ പോയത് സച്ചിയുടെ അടുത്താണ്, CI അടുത്തോട്ടാണ് പോയത്. അപ്പോൾ ഇത് കണ്ട സച്ചിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്, എന്നാലും ഒന്നും പുറത്ത് കാണിക്കുന്നില്ല. അപ്പം സച്ചി പറയാണ്, എനിക്കറിയാം അവർ തമ്മിൽ ഫ്രണ്ട്സാണെന്ന്, അല്ലെങ്കിൽ തന്നെ നന്ദുവിനെ 2 ചേച്ചിമാരെ കല്യാണം അയച്ചേക്കുന്ന അനിയുടെ വീട്ടിലേക്കല്ലേ, അതിൻ്റെ ഒരു അടുപ്പം കൂടെ ഉണ്ട്. അപ്പോൾ വേണു പറഞ്ഞു, സാറേ കണ്ണട ചിരുട്ടാക്കാൻ നോക്കല്ലേ, അവർ തമ്മിൽ ബന്ധമുണ്ട്, അത് സാറ് ഇല്ലെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഉള്ളതെന്ന് പറയും. അനാമികയാണെങ്കിൽ നന്ദുവിനെ വെച്ച് വേറെ ആരെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഇങ്ങനെ ചൂട് പിടിപ്പിച്ച് അവനെ അകത്താക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അനാമികയും പറയുകയാണ്, അവർ തമ്മിൽ ബന്ധമുണ്ട്, സാർ എത്രയും പെട്ടെന്ന് അനിയെ എന്തെങ്കിലും കാര്യത്തിൽ പിടിച്ച് അകത്തിടണം, എന്നാലേ നിങ്ങളുടെ വിവാഹം നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിയോട് പറയുകയാണ്. സച്ചി പറയാണ്, നിങ്ങൾ കേസുമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോക്കൂ, വേണ്ടുന്ന കാര്യം ഞാൻ ചെയ്തോളാം. അപ്പോൾ വേണു പറയാണ്, സാർ അകത്ത് പിടിച്ചിട്ടാലും വലിയ കാര്യമില്ല, ഇറങ്ങുമ്പം അവൻ വീണ്ടും നന്ദുവിനെ തിരക്കി വരും. അപ്പോൾ സച്ചി പറയും, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം
നന്ദുവിൻ്റെ കാര്യം നോക്കാൻ. അവൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, ഞാനും കൂടെ തീരുമാനിക്കണമല്ലോ. അപ്പോൾ അനാമിക പറഞ്ഞു, പണ്ടത്തെ കൂട്ടൊന്നും അല്ല സാറേ, ഇപ്പം സാറ് തീരുമാനിച്ചാൽ മാത്രം നടക്കത്തില്ല, അവളും കൂടെ അവളാണ് തീരുമാനിക്കുന്നത് അവളുടെ കാര്യം. അപ്പം ചേച്ചി പറയുന്നത്, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോവുക, അത് വേണ്ടുന്ന കാര്യം ഞാൻ ചെയ്തോളാം, അവൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് വേണുവിനോട് പറയുന്നത്. അങ്ങനെ വേണു അനാമികയും പോവുകയാണ്. അപ്പം വേണു അനാമികയുടെ അടുത്ത് പറയണം, എന്തായാലും കല്യാണം കഴിഞ്ഞാൽ ഇങ്ങേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, ഇങ്ങേരെ അവൾ ചവിട്ടി കൂട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് വേണു. അങ്ങനെ വേണു അനാമികയും പോവുകയും സച്ചി ഇങ്ങനെ ഇതെല്ലാം കേട്ട് വിഷമിച്ച് സച്ചിയും പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി ബ്രാഞ്ചിലെത്തി. എന്തായാലും നന്ദു പറഞ്ഞതുകൊണ്ട് ബ്രാഞ്ചിൻ്റെ ഏറ്റെടുക്കാനൊക്കെ വന്നതാണ്. ഇവിടെ വന്നിട്ട് എല്ലാവരെയും വിളിച്ച് ഒരു പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇനി മുതൽ ഞാനിവിടെയുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ഓണത്തിന് നല്ല രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയും നല്ല കച്ചവടം നടന്നത്, ഇനി എന്തായാലും ഞാനിവിടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മാനേജർ വരികയാണ്. മാനേജർ വന്നിട്ട് പറയുന്നത്, സാർ എന്തായാലും വന്നത് നന്നായി, ആദർശ് സാറിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു സാർ ഇവിടെ വന്ന് ഇതിൻ്റെ ചുമതലയെല്ലാം ഏറ്റെടുക്കണമെന്നും ഇത് മുന്നിൽ നിന്നും കൊണ്ടുപോകണമെന്നൊക്കെ സാറിൻ്റെ വലിയ ആഗ്രഹമാണ്. അപ്പോൾ അനി പറയുകയാണ്, ഞാൻ ചേട്ടനോട് പോലും ആദർശേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല ഞാൻ വരുന്ന കാര്യം, ഞാനിങ്ങനെ വന്നെയാണ്, എന്തായാലും ഇനിയിപ്പോൾ ഞാനിവിടെ കാണുമെന്ന് പറഞ്ഞ് അനിക്കും വളരെ സന്തോഷം. നന്ദു പറഞ്ഞതിൻ്റെ പേരിലാണ് അവിടെ വന്നതെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ പിന്നെ മാനേജർ ഉടനെ തന്നെ നമ്മുടെ ആദർശിനെ വിളിച്ച് കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശിനും വളരെയേറെ സന്തോഷമാവുന്നുണ്ട്. അപ്പം നയനെ ഇങ്ങോട്ട് വരുമ്പം നയനോട് തന്നെ ഇയാൾക്ക് സന്തോഷിക്കാനുള്ള ഒരു ന്യൂസാണുള്ളത്, നമ്മുടെ അനിയാണെങ്കിൽ ബ്രാഞ്ചിൽ പോയി ബ്രാഞ്ചിലെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന നയനയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.